തമിഴകത്ത് ഇനി ദളപതി യുഗം. തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണറുടെ ചുമതലയുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിൽ നിന്ന് സി ജോസഫ് വിജയ് സത്യവാചകം ഏറ്റുചൊല്ലി. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സി ജോസഫ് വിജയ് എന്നും ഞാൻ தமிழ்நாட்டு அரசின் முதலமைச்சர் என்ற முறையில் எனது கவனத்திற்குள்ளாவதும் தெரிய வருவதுமான எந்த பொருளையும் முதலமைச்சரின் கடமைகளை உரியவாறு நிறைவேற்ற தேவையான அளவுக்கன்றி ஒருவரிடமோ பலரிடமோ நேர்முகமாகவோ மறைமுகமாகவோ அறிவிக்கவோ வெளிப்படுத்தவோ மாட்டேன் என்று ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். സത്യപ്രതിജ്ഞയിൽ വിജയുടെ ഓരോ വാക്കും സ്റ്റേഡിയത്തിലെത്തിയ ജനക്കൂട്ടം നിറയെ കയ്യടികളോടെ ഏറ്റെടുത്തു. TVK നേതാക്കളായ N ആനന്ദ്, ആധവ് അർജുന, KS സെങ്കോട്ടയ്യൻ, ശിവകാശിയിൽ നിന്ന് വിജയിച്ച 30-കാരി S കീർത്തന എന്നീ 9 പേരും വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളും തൃഷയടക്കമുള്ള സിനിമാ താരങ്ങളും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നു. മനേഷ് മൂർത്തി, വിജയ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ ആ ഹ്രസ്വപ്രസംഗത്തിൽ, പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ട് നടത്തിയ ആ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് വിജയ് പറഞ്ഞത് ഇതാ തമിഴ്നാട്ടിൽ ഒരു പുതിയ ചരിത്രം ഇപ്പോൾ മുതൽ പിറവികൊള്ളുകയാണ്, ഇപ്പോൾ മുതൽ തമിഴ്നാട് ഒരു പുതിയ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നാണ്. വിജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്നുള്ളത്? ദിലീപ് കുമാർ, ഏറ്റവും ഒടുവിൽ അതായത് നമുക്കെല്ലാം ചേർന്നുകൊണ്ട് ഒരു യുഗം, പുതിയൊരു യുഗം, തമിഴ്നാടിൻ്റെ ഒരു പുതിയ യുഗം ആരംഭിക്കാം എന്നുള്ളതാണ് വിജയ് പറഞ്ഞത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തായാലും വിജയ് ആ ഒരു പ്രസംഗത്തിനിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി തോന്നിയ കാര്യമെന്ന് പറയുന്നത് ധവളപത്രം പുറത്തിറക്കും. അത് 10,000 ലക്ഷത്തോളം കോടി രൂപ കടത്തിലാണ് നിലവിൽ തമിഴ്നാട് സർക്കാർ ഉള്ളത്. ഖജനാവെല്ലാം കാലിയാക്കിയാണ് DMK സർക്കാർ പടിയിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ധവളപത്രം, അതായത് എന്താണ് അതിനകത്തുള്ളത്, എന്താണ് സർക്കാരിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച് എന്താണ് അവസ്ഥ, അത് സംബന്ധിച്ച് എന്തായാലും കൃത്യമായ ഒരു ധവളപത്രം പുറത്തിറക്കും. അത് ജനങ്ങൾ മനസ്സിലാക്കണം. അതായത് ജനങ്ങൾ നിലവിലുള്ള സർക്കാരിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിന്നാണ് താൻ തുടങ്ങുന്നത് എന്നാണ്. ഒരു തരത്തിലുള്ള ഒളിയും മറയും ഉണ്ടാവില്ല. കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ സമയങ്ങളിൽ ജനങ്ങളെ അറിയിക്കും. ആരെയും പോയി തലയിൽ മുണ്ടിട്ട് പോയി താൻ ആരെയും കാണില്ല. എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് ഇന്ന് തന്നെ ആരംഭിക്കും എന്നും വിജയ് പറയുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. അത് ഇന്നു മുതൽ തന്നെ, അത് നാളേക്ക് വെക്കുന്നില്ല, ഇന്നു മുതൽ തന്നെ അത് ആരംഭിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കും എന്തായാലും പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളൊന്നും വൈകില്ല, അതൊക്കെ വളരെ വേഗത്തിൽ തന്നെ ആരംഭിക്കുമെന്നും വിജയ് പറയുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ ആ ഒരു പ്രസംഗത്തിൽ തന്നെ വിജയ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊന്നും പിന്നോക്കം പോവില്ല, പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കും. പക്ഷേ ധനസ്ഥിതി സംബന്ധിച്ച് ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ കൂടി ജനങ്ങൾ അറിയണം എന്നുള്ളൊരു കാര്യം എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അഡ്വാൻസായി ഒരു കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയാണ്. അതായത് ധനസ്ഥിതി സംബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന കാലതാമസം, അപ്പോൾ കുറച്ച് സമയം തനിക്ക് വേണം എന്നും വിജയ് പറയുന്നുണ്ട്. എന്തായാലും നോക്കൂ, ഇപ്പോഴും അതായത് ഇനിയിപ്പോൾ വിജയ് ഇതുവഴി പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്രയധികം ആളുകൾ രാവിലെ 8 മണി മുതലൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകളാണ്. എന്തായാലും അവരൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഇപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ, അതായത് ഒരുപാട് കാലങ്ങളായി അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. எப்படி இருக்க தலைவர் முதலமைச்சர் ஆயிட்டாங்க? ரொம்ப சந்தோஷமா இருக்கு. ரொம்ப சந்தோஷம். தமிழகத்தின் நிரந்தர முதல்வர் தளபதி விஜய். അപ്പോൾ എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ആശങ്കയൊക്കെ മറികടന്ന് എന്തായാലും വിജയ് ഇപ്പോൾ എത്തിയിരിക്കുന്നു, മുഖ്യമന്ത്രിയായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇനി കാണേണ്ടത് എന്താണ് വിജയ് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യം വിജയ് എന്ന് പറഞ്ഞു, ഒരു ധവളപത്രം പുറത്തിറക്കും. അത് ജനങ്ങൾക്കറിയണം. ജനങ്ങൾ സാമ്പത്തിക അവസ്ഥ, സർക്കാരിൻ്റെ സാമ്പത്തിക നില എന്തെന്ന് ജനങ്ങൾ അറിയണം. അതിനുശേഷം അവിടെ നിന്നാണ് താൻ തുടങ്ങുക
എന്നാണ് എന്തായാലും വിജയ് പറഞ്ഞിരിക്കുന്നത്. 9 മന്ത്രിമാർ കൂടി പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള എൻ ആനന്ദ്, ആദവ് അർജുന തുടങ്ങി 9 പേർ കൂടി ഇന്നിപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അവരുടെ പോർട്ട്ഫോളിയോ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അല്പസമയത്തിന് ശേഷം പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. പക്ഷേ ആദ്യഘട്ടത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു ധവളപത്രം പുറത്തിറക്കുന്നു, എന്താണ് സർക്കാരിന്റെ അവസ്ഥ എന്നുള്ളത് ജനങ്ങളെ അറിയിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ദിലീപ് കുമാർ. തമിഴകത്ത് പുതുയുഗം പിറന്നിരിക്കുന്നു. ആവേശത്തിലാണ് തമിഴ്നാട്ടിലെ TVK പ്രവർത്തകർ. സി ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. വിജയ് ഉൾപ്പെടെ 10 അംഗ മന്ത്രിസഭയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് തമിഴ്നാട്ടിൽ അധികാരമേറ്റത്. വിവരങ്ങൾ നൽകുന്നത് ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.